വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ഹറാമിന്റെ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് കല്യാണമാണെങ്കിലും ശരി, സൽക്കാരമാണെങ്കിലും ശരി, ഏത് രൂപത്തിലുള്ള പരിപാടിയാണെങ്കിലും ഫംഗ്ഷനാണെങ്കിലും ശരി, റബ്ബ് തആല അനുവദിക്കാത്ത ഒരു സമ്പർക്കവും അതിൽ പറ്റുകയില്ല. ഇതിൽ പാടില്ല, അങ്ങനത്തെ ഒരൊറ്റ വിഷയവും പാടില്ല. അല്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അതിന് കഴിവ് വേണം, പ്രാപ്തി വേണം. അവിടെയാണ് നമ്മൾ ഈമാൻ ജ്വലിക്കേണ്ടത്. സഹോദരിമാരോട് പറയട്ടെ, എവിടെയാണ് ഈമാൻ ജ്വലിക്കേണ്ടത്? അതിൽ നിന്ന് മാറി ചിന്തിച്ചു പോകരുത്. വളരെ പേടിച്ചിട്ട് ഭക്തിയോടെ കഴിഞ്ഞുകൂടി മറ്റു പലരും ഹജ്ജിനും ഉംറക്കും പോകും പോലെ ഹജ്ജിനും ഉംറക്കും പോകാതെ ഒരൊറ്റ ഹജ്ജും ഒരൊറ്റ ഉംറയും ചെയ്തിട്ട് ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ അതീവ സൗന്ദര്യമുള്ള വനിതയായിരുന്നു സയ്യിദത്തുനാ ബീവി സൗദ റളിയല്ലാഹു അൻഹാ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ സൗദ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എന്തേ പുറത്തു പോകാൻ ആരും വാഹനം കൊടുക്കാത്തോണ്ടാ? മക്കത്തുനിന്ന് മദീനത്തുനിന്ന് മക്കത്തേക്ക് റൂട്ട് അറിയാത്തത് കൊണ്ടാ? സഹായികൾ ആരെയും കിട്ടാഞ്ഞിട്ടാ? സഹോദരിമാരോട് പറയട്ടെ, കുനുകുനേനയുള്ള ഉംറ വേണ്ട. ഇപ്പുറത്ത് മുസീബത്തിന്റെ ബാബ് വേറെ തുറന്നിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അതിന്റെ വർത്തമാനങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. സിയാറത്തും ഉംറയും ഒക്കെ നിർബന്ധമായ അവസ്ഥയിലുള്ളത് മാത്രം ചെയ്തിട്ട് പരിമിതപ്പെടുത്തുക, അത്ര മതി. കുനുകുനേന വേണ്ട. നിർബന്ധ ബാധ്യതകൾ വേറെ കിടക്കുന്നതൊക്കെ വീട്ടുക. പുരുഷന്മാരെ പോലെ എല്ലാ ഘട്ടങ്ങളിലേക്കും ഇറങ്ങേണ്ട ആളാണ് ഞാനെന്ന് ധരിക്കരുത്. അങ്ങനെ ഒരു പെർമിറ്റ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല. ആണിനെ പോലെ സദാസമയത്തും സർവരംഗങ്ങളിലും പെണ്ണിനും വരാനൊരു അവകാശമുണ്ട്. അത് ഫെമിനിസ്റ്റുകളുടെ വാദമാണ്. ഇന്ത്യയിലും ഫെമിനിസത്തിന്റെ ഒരു വാദമാണത്. സഹോദരങ്ങളെ, പല അവസ്ഥകളിലും അത് ചുളിഞ്ഞു പോയിട്ടുണ്ട്. അവരാ വാദങ്ങൾ കൊട്ടിയടക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഞാനത് വിശദമായി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരും അവിടുത്തെ പെൺമക്കളും അവിടുത്തെ പേരക്കുട്ടികളും മദീന പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് കാലെടുത്ത് വെച്ചാൽ ആ പള്ളിയിലെ സൊഫിലേക്ക് എത്താം. അവർക്ക് വേണ്ടി വേറെ സ്ഥലം തന്നെ സ്വഹാബത്ത് ഒഴിഞ്ഞു കൊടുക്കും. പക്ഷേ പുറപ്പെട്ടു പോയിട്ടില്ല. ഒരൊറ്റ പെണ്ണും പോയിട്ടില്ല. ആ പള്ളിയോട് ചാരിയിട്ടല്ലേ ആയിഷ ബീവിന്റെ വീട് ഇന്നും നിങ്ങൾ കണ്ടില്ലേ? മദീന പള്ളിയോട് ചാരിയിട്ടുള്ള വീടല്ലേ?